ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേരള സ്റ്റൈല് നാടൻ രസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്കതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 7 അല്ലിയോളം വെളുത്തുള്ളി, പിന്നെ നമ്മളൊരു 8ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണോളം കുരുമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, തക്കാളി, ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ്. അത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നല്ല ഒരു ഗോൾഡൻ കളർ ആക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ഈസി ആയിട്ടും അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ആക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഈ രസം. നമ്മൾ കേരള സ്റ്റൈല് നാടൻ രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വഴറ്റിയെടുത്തത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഫ്ലെയിം ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഓഫ് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഓഫ് ആക്കിയതിന് ശേഷമോ പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ട തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി നമുക്ക് മതി. അപ്പോൾ ആ ഒരു തക്കാളി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളം ഒഴിച്ച് നമ്മൾ ചാലിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുത്ത വെള്ളമാണ് ഇത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോളം നമ്മൾ കുരുമുളക് ചതച്ചെടുത്തതാണ്, അത് ഒരു സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കായപ്പൊടിയും കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കുരുമുളക് ചേർക്കുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം.
കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഒന്ന് ചതച്ച് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ രസം ഇവിടെ റെഡിയാവും. ഇപ്പോൾ രസമൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ തനി നാടൻ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്